Hello dear friends, welcome back to our channel. ഇപ്പോൾ റവ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു ചോപ്പ് ചെയ്ത് വെച്ച സബോള ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായി വരും. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക്, ഒരു 2 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുളക് ചേർത്താൽ മതി. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. സബോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറി, ക്യാപ്സിക്കം ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം റവ ചേർക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിനാവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഉപ്പുമാവൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന് ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ നിങ്ങൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഒന്നിച്ച് നമ്മൾ കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മുടെ കട്ട്ലറ്റിനുള്ള ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ നമ്മൾ കട്ട്ലറ്റിനുള്ള മാവ് ഉരുട്ടി വെച്ചതും ആദ്യം മൈദ മാവിൽ മുക്കിയിട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കോട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട്ലറ്റിനൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കോഴിമുട്ട വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കുറേശ്ശെ ഓരോന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചിലപ്പോൾ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരുപാട് ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. കാരണം റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതല്ലേ. അപ്പോൾ പുറത്തത്തെ ഭാഗം മാത്രം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് വെന്ത് വരിക. നമ്മുടെ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്റ്റൈനറിലോട്ട് മാറ്റാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ലതുമാണ് റവയായ കാരണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റവ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ വീഡിയോസൊന്നും മിസ്സാവാതെ കാണാൻ പറ്റും കേട്ടോ. താങ്ക് യു.